നമുക്ക് മുഖ്യമന്ത്രിയുടെ ഒരു വാക്കുകൂടി കേൾക്കേണ്ടതുണ്ട്. എന്താണ് കൈരളിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. നവകേരള സദസ്സിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. വാർത്തകൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നയാളാണ്, വാർത്തകൾ. പക്ഷേ അനാവശ്യ ചർച്ചകൾക്കൊന്നും സമയം മെനക്കെടുത്താൻ താല്പര്യപ്പെടാത്തയാളുമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മാധ്യമ സാഹചര്യം പൊതുവിൽ ഒരു മാനവികതയിലും മതനിരപേക്ഷതയിലും ഊന്നി മുന്നോട്ട് പോകണമെന്ന് എത്രയോ കാലം മുമ്പ് തന്നെ ബോധ്യപ്പെട്ടയാളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾക്ക് നിഷേധിക്കാനാവില്ലല്ലോ. കാരണം കൈരളി പോലൊരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ ഇത്തരം മാധ്യമ ഇടപെടലുകൾ കേരളത്തിൽ വേണം എന്നൊരു ബോധ്യത്തിലേക്ക് ഏതോ കാലത്ത് എത്തപ്പെട്ടയാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞാലോ? അത് ഒരു കൂട്ടം ആളുകൾ ആലോചിച്ച കാര്യമാണ്. അതെ, ആ കൂട്ടത്തോടൊപ്പം ഞാനും ചേർന്നിരുന്നുള്ളത് ശരിയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ജന്മം. അല്ല, അതിലൊരു വലിയ ചാലകശക്തിയാകാൻ കഴിഞ്ഞു എന്ന ഒരു ഇന്നത്തെ ഈ മാധ്യമ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലത്ത് നിന്ന് പുറകോട്ട് ആലോചിക്കുമ്പോഴോ CM? അല്ല, അത് അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് തോന്നുന്ന ഓരോ ഘട്ടവും കടന്നു പോയിട്ടുണ്ട്. നമ്മൾ നല്ല ഫലപ്രദമായ ഇടപെടലും അതിൻ്റെ ഭാഗമായിട്ടുള്ള പങ്ക് നിർവഹിക്കലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുക. അതിലൊരു ചാരിതാർത്ഥ്യം തന്നെയാണ്. ഒരു തരത്തിലുള്ള ഒരു വീഴ്ചയും പറ്റിയെന്ന് തോന്നലുണ്ടായിട്ടില്ല. ഏതായാലും ഇപ്പോൾ അങ്ങയുടെ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ വിമർശനമുണ്ടെങ്കിൽ അത് കേൾക്കുന്നതിന് അങ്ങേക്ക് മനസ്സുള്ളതുപോലെ തന്നെ കൈരളിയെക്കുറിച്ച് അങ്ങയിൽ നിന്ന് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അല്ല, കൈരളിയെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അവിടെ നമുക്ക് നിൽക്കാം. ബാക്കി കാര്യങ്ങൾ ഒരു ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അല്ലേ? റൈറ്റ്.